ഹലോ. അങ്ങനെ കുറേ നാൾ കൂടി നമ്മുടെ പാറക്കുട്ടിയുടെയും അമ്മുക്കുട്ടിയുടെയും ഹെയർ കട്ടിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി നാളായിരുന്നു ഇങ്ങനെ മുടി വെട്ടിയിട്ട്, കുറേ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും മുടി ഇങ്ങനെ പൊട്ടയായി തുടങ്ങി കേട്ടോ. അങ്ങനെ എന്നാൽ കുറച്ച് വെട്ടിയേക്കാം എന്ന് വിചാരിച്ച് വന്നതാണ്. അങ്ങനെ ആദ്യമായിട്ടാണ് വെട്ടുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും നമ്മുടെ പാറക്കുട്ടി പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് ഇരുന്ന് കേട്ടോ. അങ്ങനെ പാറക്കുട്ടിയുടെ മുടി വെട്ടി തുടങ്ങി. അമ്മുക്കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. ഏത് ഹെയർ കട്ടാണ് പാറക്കുട്ടിക്ക് വെട്ടുന്നതെന്നൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? നമ്മളെ ലെയർ കട്ടാണ് വെട്ടാൻ പോകുന്നത്. ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല വിഷമം വന്ന് ഗൈസ്. നിങ്ങൾക്ക് വിഷമം വന്ന് കാണുമായിരിക്കും, കാരണം കുറച്ച് ലെങ്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെട്ടിയാൽ മതി എന്ന് വിചാരിച്ച് പോയതാണ് കേട്ടോ. വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്തോ കുറച്ച് കൂടി പോയോ എന്നൊരു സംശയം. പാറക്കുട്ടി അറിഞ്ഞിട്ടില്ല കേട്ടോ ഈ സമയത്തൊന്നും അത്രയും മുടി വെട്ടിയെന്ന്. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കിനും താഴെ മുടിയിലോട്ട് നോക്കി പാറക്കുട്ടിയുടെ ഒരു കരച്ചിലുണ്ട് കേട്ടോ. പാറക്കുട്ടിക്ക് നല്ല വിഷമമായി, അത്രയും വെട്ടിക്കളഞ്ഞതിൽ എനിക്കും നല്ല വിഷമമായി. പോട്ടെ, സാരമില്ല, മുടിയല്ലേ, ഇനിയും കിളിർത്ത് വരും എന്നുള്ള ആശ്വാസത്തിലിരിക്കും. പക്ഷെ വെട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ലെയർ കട്ട് വെട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ലെങ്ത് കുറഞ്ഞോ എന്നുള്ള സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല കംഫർട്ടബിളാണ് കേട്ടോ. സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ഹെയർ കെട്ടാനും ഒക്കെ ചെയ്യാനും കെട്ടാനും ഒക്കെ ഇത് തന്നെയാണ് എളുപ്പം. എന്നാലും വെട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു വിഷമം. പാറക്കുട്ടി എന്നെ കൊന്നില്ലതേ ഉള്ള എന്തിനാ ഇത്രയും വെട്ടാൻ പറഞ്ഞതെന്നൊക്കെ ചോദിച്ച് പാറു എന്നെ കുറേ വഴക്ക് പറഞ്ഞു ഗൈസ്. പോട്ടെ, സാരമില്ല, ഞാനും പറഞ്ഞിട്ടാണല്ലോ വെട്ടിയത്. അങ്ങനെ പാറക്കുട്ടിയുടെ ഹെയറൊക്കെ കട്ട് ചെയ്തു. ഇത് കണ്ടില്ലേ, അഴിച്ചിടുമ്പോൾ നല്ല ഭംഗിയാട്ടോ. കെട്ടുമ്പോൾ കുറച്ച് തിക്നെസ് കുറഞ്ഞു പോയോ എന്ന് തോന്നും, പക്ഷേ തിക്നെസ് കുറഞ്ഞിട്ടൊന്നുമില്ല. അഴിച്ചിടുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ പാറക്കുട്ടിയുടെ അടുത്ത് പോസ് ചെയ്യാൻ പറഞ്ഞിട്ട് പാറക്കുട്ടി തലയൊക്കെ അനക്കി തരുന്നുണ്ട്. സ്ലോമോ വീഡിയോ എടുക്കാനായിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും വീഡിയോ എടുത്തു, ആ ചേച്ചിയും വീഡിയോ എടുത്തു. ചേച്ചി ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ചിലവന്നൂരുള്ള ഹൈസിന്ത് ബ്യൂട്ടി പാർലറിലാണ് വന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചേച്ചി മുടിയൊക്കെ വെട്ടിത്തരും, ത്രെഡൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്തു തരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാറക്കുട്ടിയുടെ സ്ലോമോ വീഡിയോ. കളറൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ലെയർ കട്ടൊക്കെ വെട്ടിയപ്പോഴത്തേക്കിനും നല്ല ഭംഗിയായി കേട്ടോ. വെറുതെ കിടക്കുന്നത് നല്ല ഭംഗിയായിരുന്നു, ഇതും നല്ല ഭംഗിയുണ്ട്, രണ്ടും പറയണമല്ലോ. അപ്പോൾ ഇതുപോലെ ഉള്ള മുടിയൊക്കെ വെട്ടി കളഞ്ഞിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ കേട്ടോ. ഒരാവേശത്തിന് പോയി വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും അയ്യേ വെട്ടേണ്ടിയിരുന്നില്ല എന്ന് തോന്നും കേട്ടോ. അങ്ങനത്തെ പാറക്കുട്ടി സ്ലോമോ വീഡിയോ ഒക്കെ എടുത്തിട്ട് ആ ചേച്ചി കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് വീഡിയോ എടുത്തതെന്നൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കിനും പാറക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ അമ്മുക്കുട്ടി ഹെയറൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഇരിപ്പുണ്ട്. അമ്മുക്കുട്ടി ഇങ്ങനെ ഹെയർ കട്ട് ചെയ്യാനിരുന്നപ്പോഴത്തേക്കിനും അമ്മുക്കുട്ടിയുടെ കുറച്ച് ബേബി ഹെയർസ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കിടന്നപ്പോഴത്തേക്കിനും അമ്മുക്കുട്ടിക്ക് പ്രേമലുവിൻ്റെ കട്ട് വെട്ടണമെന്ന് പറഞ്ഞിട്ട് അതേപോലെ വെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല രസമുണ്ട് കേട്ടോ. അമ്മുക്കുട്ടിക്ക് നല്ല ഭംഗിയുണ്ട്. അമ്മുക്കുട്ടി ഒരു പണി കാണിച്ചു കേസ്, നിങ്ങളറിഞ്ഞോ? കുറേ നാൾ മുമ്പ്, ഒരുപാട് നാൾ മുമ്പല്ല, കുറച്ച് നാൾ മുമ്പ് അമ്മുക്കുട്ടിയുടെ ഫ്രണ്ട് സൈഡിൽ കുറേ ഹെയർ എടുത്തിട്ട് ഇതേപോലെ പ്രേമലു കട്ട് ചെയ്യുവാണെന്നും പറഞ്ഞ് തന്നെ അങ്ങ് വെട്ടി കുളമാക്കി. ഇനി ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. അമ്മുക്കുട്ടിക്ക് ഈ പ്രേമലു കട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ക്രേസായിട്ട് അമ്മുക്കുട്ടി വെട്ടിയതാണ്. പക്ഷെ നല്ല സൂപ്പറായിട്ട് കുളമായി. അതെന്തായാലും ഇപ്പോൾ ഇത് വളർന്നു വരുന്നുണ്ട് കേട്ടോ. നല്ലതായിട്ട് കുറേ മുടി അങ്ങ് വെട്ടിക്കളഞ്ഞു. ഞാൻ ഹെയർ ഇങ്ങനെ താഴെ കിടക്കുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത് അമ്മുക്കുട്ടി അത് വെട്ടിയതാണെന്ന്. നമ്മുടെ പ്രേമലു അമ്മു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മുക്കുട്ടിക്ക് ഈ പ്രേമലു കട്ട് വെട്ടിയപ്പോഴത്തേക്കിനും അമ്മുക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്തവണ ഞാൻ അമ്മുക്കുട്ടിക്ക് നമ്മുടെ ലെയർ കട്ട് തന്നെയാണ് കേട്ടോ ട്രൈ ചെയ്തത്. പാറക്കുട്ടിക്ക് വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മുക്കുട്ടിക്കും കൂടെ വെട്ടാമെന്ന് വിചാരിച്ചു. പക്ഷേ വെട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മുക്കുട്ടിക്ക് ലെയർ കട്ടിനേക്കാളിലും ഭംഗി നോർമൽ ഇങ്ങനെ കിടക്കുന്ന ആ ഒരു ഹെയർ തന്നെയാണെന്ന് കേട്ടോ. ഒന്നെങ്കിൽ യു കട്ട് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് കട്ട് തന്നെയാണ് അമ്മുക്കുട്ടിക്ക് ചേരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ലെയർ കട്ട് വെട്ടിയിട്ട് എനിക്ക് അമ്മുക്കുട്ടിയുടെ ഫേസ് മാറിപ്പോയ പോലൊക്കെ തോന്നി. പിന്നെ കാണുമ്പം അമ്മുക്കുട്ടിയുടെ ഫേസ് മാറിപ്പോയ പോലെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഇവിടെ ഇപ്പോൾ എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച പനിയായിരുന്നു കേട്ടോ. പാറക്കുട്ടി സ്കൂളിൽ പോയപ്പോഴത്തേക്കിനും ഫ്രൈഡേ മിസ്സിങ്ങിന് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിനും ക്ലാസ് ടീച്ചർ വിളിച്ചു. ക്ഷേത്രയ്ക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് പിക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി പാറക്കുട്ടിയെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിനും വിളിച്ചിട്ട് വന്നു കേട്ടോ. അങ്ങനെ പാറക്കുട്ടിക്ക് വെള്ളിയാഴ്ച പനി പിടിച്ചു, ശനിയാഴ്ച എനിക്കും പനി പിടിച്ചു. അമ്മുക്കുട്ടിക്ക് പിന്നെ ഒരു മൂക്കടപ്പ് പോലൊക്കെ വന്നിട്ട് എന്തായാലും അങ്ങ് മാറി കേട്ടോ. അങ്ങനെ 2-3 ദിവസം പനിയൊക്കെ ആയിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല തിരക്കിലുമായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ പാറക്കുട്ടിയുടെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ നമ്മൾ റോബോട്ടിൻ്റെ എക്സിബിഷനൊക്കെ കാണാൻ പോയി കേട്ടോ. ഇവിടെ കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ. അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പോൾ ശരിക്കും അതിൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കണ്ടവരൊക്കെ കമൻറ്റ് ചെയ്യണം, ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഇടാവേ. നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വാട്ടർ മെട്രോയിൽ പോയി കേട്ടോ, ഹൈക്കോർട്ടിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക്. ചുമ്മാ കസിൻസ് വന്നപ്പോഴത്തേക്കിനും അവർക്ക് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗുരുവായൂർ പോയി. നമ്മൾ ഗുരുവായൂർ ചെന്നപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടായിരുന്നു. അങ്ങനെ ഇത് ഹാപ്പി ആയിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ എഡിറ്റ് ചെയ്യാനായിട്ട് കിടപ്പുണ്ടായിരുന്നു, സമയം കിട്ടാതെ എഡിറ്റ് ചെയ്യാതെ ഇങ്ങനെ കിടന്ന കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങ് ക്ലിയർ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ നമ്മുടെ അമ്മുക്കുട്ടിയുടെയും തലമുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അഴിച്ചിടുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. ശരിക്കും ഇത് അഴിച്ചിടുമ്പോഴാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്, അമ്മുക്കുട്ടിയുടേതും പാറുക്കുട്ടിയുടേതും. പക്ഷേ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കിനും അഴിച്ചിട്ട് കഴിഞ്ഞാൽ തലമുടി ചൂടെടുക്കും കേട്ടോ. ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നതുകൊണ്ട് കെട്ടി വെച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ലെയർ കട്ട് വെട്ടാൻ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം. അമ്മുക്കുട്ടി ദേ അതിൻ്റെ ഇടയ്ക്ക് പോയി പ്രേമലു ചീവി ഇടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മുക്കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ പതുക്കെ കറങ്ങും, സ്ലോമോ വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും അമ്മുക്കുട്ടി പോയത് നല്ല അസലായിട്ട് കറങ്ങുന്നുണ്ട്. അങ്ങനത്തെ പാറുക്കുട്ടിയുടെയും അമ്മുക്കുട്ടിയുടെയും ഹെയർ കട്ടിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോയിട്ടിനി എന്തൊക്കെയോ പരിപാടികളുണ്ട് കേട്ടോ. വൈകുന്നേരം എന്തൊക്കെയോ ക്ലാസ്സുകളൊക്കെ ഉണ്ട്, അതിനൊക്കെ പോകണം. ഇത് ഉച്ചയ്ക്കായിരുന്നു. അപ്പോൾ അതേ പാറുക്കുട്ടിയുടെയും അമ്മുക്കുട്ടിയുടെയും ഹെയർ കട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇത് തലമുടി വെട്ടി എൻ്റെ സ്ലോമോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മുക്കുട്ടിയുടെ അടുത്ത് അതേ പറഞ്ഞ് തലമുടിയൊക്കെ ഇങ്ങനെ ആട്ടുന്നുണ്ട് കേട്ടോ. അമ്മുക്കുട്ടി ഇങ്ങനെ തലമുടി ആട്ടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനത്തെ രണ്ടുപേരുടെ ഹെയർ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇനി പോയി കഴിഞ്ഞിട്ട് പാറുക്കുട്ടിക്ക് ട്യൂഷനുണ്ട് കേട്ടോ. മലയാളത്തിൻ്റെ ട്യൂഷന് പോകണം. ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിരുന്നു, കുറേ സമയം എടുത്തു കേട്ടോ വെട്ടാനായിട്ട്. അങ്ങനത്തെ നമ്മൾ വീട്ടിൽ പോയി കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. ഇനി ഇത് നമ്മുടെ പാറുക്കുട്ടിക്ക് മലയാളത്തിൻ്റെ ട്യൂഷനുണ്ട് കേട്ടോ, അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ. പ്രേമലു അമ്മു ആ ഫ്രണ്ടിലോട്ട് കാണത്തല്ല.